സിദ്ധുവിന്റെ നീലിമയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീലിമ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് മയങ്ങി പോകുന്നുണ്ട് കേട്ടോ. മയങ്ങി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് നീലിമയാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞെട്ടി എണീക്കുമ്പോഴേക്ക് സിദ്ധാർത്ഥ് ആണെന്നുണ്ടെങ്കിൽ പുറകുന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. അത് ആരാണെന്നുള്ള മട്ടിൽ നമ്മുടെ നീലിമ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. സിദ്ധു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും നീലിമയാണെന്നുണ്ടെങ്കിൽ കൈകളൊക്കെ ഇങ്ങനെ മാറ്റുവാണ് കേട്ടോ സിദ്ധാർത്ഥിന്റെ തന്റെ ദേഹത്ത് നിന്നുള്ള. അപ്പോഴേക്കും സിദ്ധാർത്ഥിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. എന്തു പറ്റി നീലിമ, നീ ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, സിദ്ധു ടെൻഷൻ ആവണ്ട എന്നുള്ള കാര്യം നീലിമ പറയാണ് കേട്ടോ. എന്നാൽ സിദ്ധാർത്ഥിനാണെന്നുണ്ടെങ്കിൽ നീലിമയുടെ മുഖം കണ്ടിട്ട് ആകെ ക്ഷീണിതയായ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയണം, നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ നീ ഭയങ്കര ടയേർഡാണെന്നുള്ള കാര്യം. എന്താണെങ്കിലും നീ എന്നിൽ നിന്ന് മറച്ചു വെക്കരുതെന്നൊക്കെ സിദ്ധാർത്ഥ് പറയാണ് കേട്ടോ. ഇല്ല സിദ്ധു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വീണ്ടും നീലിമ പറയുന്നുണ്ട്. തലകറക്കോ അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ നീ പറയണമെന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സിദ്ധാർത്ഥ് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ നീലിമയുടെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നീലിമ വീണ്ടും പറയുന്നുണ്ട്, സിദ്ധു ടെൻഷൻ ആവണ്ട എന്നു, ഞാനിപ്പോ വളരെ ഹാപ്പി ആണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോഴേക്കും സിദ്ധാർത്ഥിന് ചെറിയൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും നീലിമ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ, കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് എണീറ്റ് വന്നാൽ മതി എന്നൊക്കെ സിദ്ധാർത്ഥ് ഇങ്ങനെ നീലിമയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഇനി നീ കൂടുതൽ സ്ട്രെയിൻ ഒന്നും എടുക്കരുത്, അത് നമ്മുടെ കുഞ്ഞിനും അതുപോലെ നിനക്കും നല്ലതല്ല എന്നൊക്കെ സിദ്ധു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അശ്വിൻ റൂമിലേക്ക് കയറി വരുന്നത്. അശ്വിൻ വന്ന ഉടനെ തന്നെ മല്ലിക പറഞ്ഞിട്ടുണ്ട് നീലിമയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം കേട്ടോ. അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മ കൂടുതൽ ജോലിയൊന്നും ചെയ്യരുത്, ഞാൻ വലുതായിട്ട് അമ്മയുടെ ജോലി എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നീലിമയ്ക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ എന്നുള്ള കാര്യം നീലിമ പറയാണ്. അത് കഴിഞ്ഞ് അശ്വിൻ വീണ്ടും പറയാണ്, അമ്മയുടെ അടുത്ത് ഞാൻ ദിവസവും സ്കൂളിൽ നിന്ന് കൂട്ടി വരേണ്ട കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ടാണോ അമ്മയ്ക്ക് വയ്യാണ്ടായത്, അത് ഞാൻ വെറുതെ പറഞ്ഞതെന്നൊക്കെ ഉള്ള കാര്യം പറയുമ്പോഴേക്കും ഇല്ല മോനെ കുഴപ്പമൊന്നുമില്ല, അമ്മ ഓക്കെ ആണെന്നുള്ള കാര്യം നീലിമ അശ്വിനെ അറിയിക്കുകയാണേ. അങ്ങനെ നീലിമയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ അശ്വിൻ പറയുകയാണല്ലോ. അപ്പോഴേക്കും അശ്വിനെ എടുത്തിട്ട് നമ്മുടെ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ മടിയിൽ ഇരുത്തുവാണ് കേട്ടോ. എന്നിട്ട് അശ്വിനോട് പറയാണ്, അശ്വിൻ നീ ഇനി വളരാനൊന്നുമില്ല, നീ വലിയ കുട്ടിയാണ് എന്നുള്ള കാര്യം. അത് ഡാഡി എനിക്കറിയാം ഞാൻ വലിയ കുട്ടിയാണെന്ന്, പക്ഷേ അമ്മയ്ക്ക് അത് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. തുടർന്ന് അശ്വിന്റെ അടുത്ത് ഈ ഡാഡി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി പോവാണെന്ന് പറയുകയാണേ. പറയട്ടെ എന്ന് ചോദിക്കുമ്പോ പറ ഡാഡി എന്ന് അശ്വിന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഡാഡിക്ക് ഇനി ഒരുപാട് ഉത്തരവാദിത്തങ്ങളായി, ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞുവാവൻ വരാൻ വേണ്ടി പോവാണ്. അച്ചുവാണ് ആ വാവയെ നോക്കണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അച്ഛന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആണോ ഡാഡി, എനിക്ക് ആ വാവിന്റെ കൂടെ കളിക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ് കേട്ടോ അശ്വിൻ. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കാമെന്ന് സിദ്ധാർത്ഥ് പറയുമ്പോഴേക്കും അശ്വിന്റെ അടുത്ത ചോദ്യമാണ് കേട്ടോ, വരാൻ വേണ്ടി പോകുന്ന വാവ അനിയത്തിയാണോ അനിയനാണോ എന്നുള്ള കാര്യം. അപ്പം നമ്മുടെ അശ്വിന്റെ ആ സാമർത്ഥ്യം കാണുമ്പോൾ ശരിക്കും സിദ്ധാർത്ഥത്തിന് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. തുടർന്ന് സിദ്ധാർത്ഥ് അങ്ങോട്ട് ചോദിക്കുകയാണ്, നിനക്ക് അനിയത്തിയാണോ വേണ്ടത് അനിയനാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. എനിക്ക് ആരായാലും മതി, എന്തായാലും പെട്ടെന്നൊന്ന് വന്നാൽ മതി എന്നാണ് കേട്ടോ അശ്വിൻ പറയുന്നത്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥിനും അതുപോലെ നീലിമയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. നീലിമയ്ക്ക് ആശ്വാസം ആവുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അശ്വിൻ എത്ര വലിയ പക്വതയുള്ള കുട്ടിയാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവനിപ്പോഴും കുട്ടി തന്നെയാണല്ലോ. അവന്റെ അടുത്തേക്ക് മറ്റൊരു കുട്ടിയും കൂടി വരുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ എത്രയായാലും അവനൊരു ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുമല്ലോ. തനിക്ക് കിട്ടാനുള്ള സ്നേഹം കൂടി ആ കുട്ടിക്ക് പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ ചിന്തിക്കാം. ഒരു പുതിയ കുഞ്ഞ് വരുന്ന സമയത്ത് അശ്വിന്റെ പ്രതികരണം എങ്ങനെയാവുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് നീലിമയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അവനൊരിക്കലും ഒറ്റപ്പെടാൻ വേണ്ടി പാടില്ലല്ലോ. സിദ്ധാർത്ഥ ആണെന്നുണ്ടെങ്കിൽ നല്ല പക്വതയോട് കൂടിയിട്ടാണ് ആണെന്നുണ്ടെങ്കിൽ എന്നാലും കുഞ്ഞുവാവ വരാൻ വേണ്ടി പോയെന്നുള്ള കാര്യം അറിഞ്ഞ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഓടി ചെന്നിട്ട് നീലിമയെ കെട്ടിപ്പിടിക്കുകയും നീലിമയുടെ അടുത്ത് ചോദിക്കുകയാണ് എപ്പോഴാ കുഞ്ഞുവാവ വരിക എന്നുള്ള കാര്യം കേട്ടോ. അപ്പോഴേക്കും നീലിമ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പെട്ടെന്നൊന്നും വരില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ള കാര്യം. ശരി അമ്മ എന്തായാലും റെസ്റ്റ് എടുത്തോ, ഞാൻ അമ്മയെ പൊന്നു പോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ അച്ചു പറയാണ് കേട്ടോ. അത് കഴിഞ്ഞാണ് മല്ലികാമ്മ അങ്ങോട്ട് വരുന്നത്. മല്ലികാമ്മ വന്നിട്ട് നീലിമയുടെ അടുത്ത് പറയുന്നുണ്ട്, നീലിമ മോള് പ്രഗ്നന്റ് ആണല്ലേ, മോള് മയക്കത്തിലായതുകൊണ്ടാണ് മല്ലികാമ്മ ഇങ്ങോട്ട് വരാണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം മുടക്കാൻ വേണ്ടി പാടില്ല, മോള് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം എല്ലാം എടുത്തു വെക്കാന്ന് മല്ലികാമ്മ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നീലിമയാണെന്നുണ്ടെങ്കിൽ സിദ്ധുവിന്റെ നേർക്ക് നോക്കുവാണ്. സിദ്ധു താഴേക്ക് പോ എന്നുള്ള മട്ടിൽ തലയോണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ മല്ലികാമ്മയ്ക്കൊപ്പം നീലിമ താഴേക്ക് പോവാണ് കേട്ടോ. മല്ലികാമ്മയാണെന്നുണ്ടെങ്കിൽ നീലിമയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ ഇതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മല്ലികാമ്മയാണെന്നുണ്ടെങ്കിൽ നീലിമയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, മോള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഈ മല്ലികാമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഇനി ഉണ്ടാക്കി വെക്കുക എന്നുള്ള കാര്യം പറയാണ്. നീലിമയാണെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് മല്ലികാമ്മ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുകയാണ് കേട്ടോ. മല്ലികാമ്മ നല്ല സ്വാദോട് കൂടിയിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീലിമയാണെങ്കിൽ ഭയങ്കര ആർത്തിയോട് കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് കേട്ടോ മല്ലികാമ്മ പറയുന്നത്,
നീലിമ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോ മല്ലികാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോ നമ്മുടെ സിദ്ധാർത്ഥന്റെ അമ്മ ഗീതയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ സന്തോഷാവുമല്ലോ ഈ കാര്യം അറിയുമ്പോ എന്നുള്ള കാര്യം മല്ലിക പറയാണേ. എന്നാ നീലിമ ഇത് കേട്ട ഉടനെ തന്നെ പെട്ടെന്നൊരു സ്റ്റക്കായ പോലെയാണ്. ഭക്ഷണം കഴിക്കുന്നൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും സിദ്ധാർത്ഥ ആണെന്നുണ്ടെങ്കിൽ നീലിമയ്ക്ക് അരികിലേക്ക് ഓടി എത്തുന്നുണ്ട് കേട്ടോ. ഫുഡ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നീലിമ അങ്ങനെ ഇരിക്കുന്നതെന്നാണ് നമ്മുടെ സിദ്ധാർത്ഥ് കരുതിയത്. എന്നാൽ ഗീതയുടെ കാര്യം കേട്ടിട്ടാണ് നീലിമ ഇരിക്കുന്നതെന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് അറിയില്ല. പക്ഷെ സിദ്ധു ആണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഫുഡ് ഇഷ്ടായില്ലേ, എന്തെങ്കിലും തലക്കറക്കോ അങ്ങനെ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെന്ന് നീലിമ പറയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, മല്ലികാമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. പക്ഷെ നീലിമയാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥിന്റെ അമ്മയെ കുറിച്ചിട്ട് ഇത്രയും നേരം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ താമസിക്കുന്നത് പോലും ഗീതയ്ക്ക് ഇഷ്ടമല്ല. ആ നിലയ്ക്ക് ഇനിയിപ്പോ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ടെൻഷനാണ് കേട്ടോ നീലിമ. അപ്പോഴും നീലിമ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുന്നത് സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സിദ്ധാർത്ഥ ആണെന്നുണ്ടെങ്കിൽ നീലിമയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, നീ ആദ്യം ഭക്ഷണം കഴിക്കാൻ നോക്ക്, നിനക്ക് ഇഷ്ടമായി എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കഴിക്ക്. എന്നാൽ നീലിമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലായിട്ടോ. മനസ്സ് ആകെ തളർന്നു പോയി. അതുകൊണ്ട് തന്നെ അവൾക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട്. നീലിമയ്ക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നീലിമയ്ക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നീലിമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ് കേട്ടോ നമ്മുടെ മല്ലികാമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ നീലിമയ്ക്ക് ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്മെല്ല് പോലും ഇഷ്ടപ്പെടാതെ ആവുകയാണ്. എന്നാൽ അവൾക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല, കാരണം വയറ്റിലുള്ള കുഞ്ഞിന് പോഷകാഹാരം അത്യാവശ്യമാണല്ലോ. തുടർന്ന് നീലിമ അവിടെ ഇരിക്കുന്ന സൂപ്പ് എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ കുടിച്ചപ്പോഴേക്കും നീലിമയ്ക്ക് പിന്നെ 1 സ്പൂൺ പോലും എക്സ്ട്രാ കുടിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെ നീലിമയാണെന്നുണ്ടെങ്കിൽ സൂപ്പ് അവിടെ വെച്ചുകൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് ഓടുകയാണ്. ഈ രംഗം കാണുമ്പോൾ സിദ്ധാർത്ഥ് മല്ലികാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അവൾക്ക് ഈ ഫുഡൊന്നും ഇഷ്ടാവുന്നില്ല എന്ന് തോന്നുന്നു മല്ലികാമ്മേ, ഇനി നാളെ മുതൽ എന്താണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അവളുടെ അടുത്ത് ചോദിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞാണ് നീലിമയ്ക്ക് അരികിലേക്ക് സിദ്ധാർത്ഥ് പോകുന്നത്. അപ്പോഴേക്കും ഛർദിയെല്ലാം കഴിഞ്ഞ് നീലിമ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. നീലിമയുടെ അടുത്ത് ഉടനെ തന്നെ സിദ്ധു പറയുന്നുണ്ട് കേട്ടോ, നീലിമ നിനക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമൊന്നും നീ കഴിക്കണ്ട, നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അത് മല്ലികാമ്മ ഉണ്ടാക്കി തരും. പിന്നെ നിന്റെ ശരീരം നീ തന്നെ നോക്കണം, നിനക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് നീ പറയണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും സിദ്ധാർത്ഥ്, സോറി, ഭക്ഷണം എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ഓരോന്ന് ആലോചിച്ചപ്പോ മനസ്സിലാകെ എന്തോ ഒരു വിഷമം പോലെ, പിന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി തോന്നി എന്നുള്ള കാര്യം പറയാണേ. പക്ഷെ ഇത് കേട്ട ഉടനെ തന്നെ, നീ തമാശ കളിക്കുകയാണ്, നിന്റെ വയറ്റില് നമ്മുടെ കുഞ്ഞുണ്ട്, നീ ഇനി അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. മറ്റു വിഷയങ്ങളെ കുറിച്ചൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ നീലിമയ്ക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, ചെറിയൊരു സന്തോഷവും. നീലിമയുടെ ആദ്യ പ്രസവം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നല്ലോ, കാരണം തന്റെ അരികിൽ ആരുമില്ല, ആരെടുത്തൊന്നും തന്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. വയ്യാതായപ്പോ നോക്കാൻ വേണ്ടിയിട്ട് ആരും തന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. 2ാം തവണ ഗർഭിണിയായപ്പോ താൻ അന്ന് കഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി സന്തോഷമാണല്ലോ അനുഭവിക്കുന്നത് എന്നാണ് അവൾക്ക് തോന്നിയത്. തനിക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിദ്ധു ഉണ്ട് കൂടെ, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് മല്ലികാമ്മയുണ്ട്, ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അശ്വനുണ്ട്. എല്ലാവരും കൂടി നീലിമയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നതായിട്ടാണ് കേട്ടോ അവൾക്ക് തോന്നുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥാണെന്നുണ്ടെങ്കിൽ നേരെ ടേബിളിന്റെ അവിടേക്ക് കൊണ്ടുപോയിട്ട് നീലിമയെ അവിടെ ഇരുത്തുവാണ് കേട്ടോ. എന്നിട്ട് നീലിമയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം സിദ്ധു തന്നെ വാരി കൊടുക്കുന്നുണ്ട്. ആ വാരി കൊടുക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ നീലിമയാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നാളുകൾ അങ്ങനെ കടന്നു പോവാണ്. ആ വീട്ടില് മൊത്തത്തിൽ ഇങ്ങനെ സന്തോഷം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. എന്നാൽ നീലിമയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അപ്പൊ വോമിറ്റ് ചെയ്യാൻ വേണ്ടി തോന്നും. അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാവാണ്. നീലിമയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ മല്ലികാമ്മയാണ് കേട്ടോ ഏൽപ്പിക്കുന്നത്. കാരണം മല്ലികാമ്മയ്ക്ക് പ്രായമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല അറിവുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് സിദ്ധാർത്ഥ് എല്ലാ കാര്യങ്ങളും മല്ലികാമ്മയെ ഏൽപ്പിക്കുന്നത്. എന്നാൽ മല്ലികാമ്മയാണെങ്കിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. നീലിമ എത്ര ഛർദ്ദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കാതെ നമ്മുടെ മല്ലികാമ്മ അവളെ വിടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നീലിമയ്ക്ക് ചെക്കപ്പ് നടത്തിയ സമയത്ത് നീലിമ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം എന്നാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് കമ്പനിയിലേക്ക് വരണ്ട എന്നുള്ള കാര്യം സിദ്ധു നീലിമയോട് പറയുന്നുണ്ട്. കമ്പനിയിലൊന്നും പോവാണ്ട് വീട്ടിലിരിക്കുന്ന നീലിമയ്ക്ക് ഭയങ്കര ബോറാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യല്ലാതെ മറ്റൊരു നിവൃത്തിയൊന്നും ഇല്ലല്ലോ. മല്ലികാമ്മ പറയുന്നത് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നീലിമ അങ്ങനെ വീട്ടിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണേ. തുടർന്ന് നീലിമ അങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നീലിമയ്ക്ക് വയറ്റിനുള്ളിൽ ഇങ്ങനെ ഒരു സൗണ്ട് പോലെ തോന്നുന്നത്. അവൾക്ക് എന്തൊക്കെയോ കഴിക്കണം എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ നീലിമയെ നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് ഇരിക്കുന്നുണ്ട്. നീലിമ അവിടെ നിന്ന് എഴുന്നേറ്റ് കാണുമ്പോഴേക്കും സിദ്ധു ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മല്ലികാമ്മയോട് പറഞ്ഞിട്ട് ഭക്ഷണം എടുത്ത് വെക്കുക, ഇനി അതും വേണ്ടാന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് വരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നീലിമ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. സിദ്ധു വേഗം കാർ എടുത്തിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലെ ആഹാരങ്ങളൊന്നും നീലിമയ്ക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായത് കൊണ്ട് തന്നെ അവള് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സിദ്ധു പുറത്തേക്ക് പോയിട്ട് അവൾക്ക്
ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സും അതുപോലെ ന്യൂട്രീഷൻ ആയിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചിട്ടാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത്. സിദ്ധു തിരികെ വീട്ടിലേക്ക് വന്നത് ഒരുപാട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് ഒരു കാറ് നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സിദ്ധുവിന് എത്ര കണക്ക് പറഞ്ഞ് അങ്ങനെ മേടിക്കാനും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. സിദ്ധു ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു വരുന്നത് കാണുമ്പോൾ നീലിമ ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം മല്ലികാമ്മ കാണുന്നുണ്ട്. സിദ്ധു ഒരു 5-6 കവറൊക്കെ പിടിച്ചിട്ടാണ് കയറി വരുന്നത്. സിദ്ധു അങ്ങനെ വരുന്നത് കാണുമ്പോൾ ഇങ്ങനെ മല്ലികാമ്മ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സിദ്ധാർത്ഥ് ഒരുപാട് മാറിപ്പോയി. കുറച്ചു കാലം മുമ്പ് വരെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണമെന്ന് സിദ്ധു ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ നീലിമ വന്നതിന് ശേഷം അവൻ അങ്ങനെയല്ല. നീലിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സിദ്ധാർത്ഥ് ചെയ്യുന്നുണ്ട്. ജീവിതാവസാനം വരെ ഇവർ രണ്ടുപേരും ഇങ്ങനെ തന്നെ ആയാൽ മതി എന്നൊക്കെ മല്ലികാമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണേ. അപ്പോഴേക്കും മല്ലികാമ്മ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥ്. എന്നിട്ട് മല്ലികാമ്മയുടെ അടുത്ത് പറയുന്ന മറ്റൊന്നുമല്ല, ഈ സാധനങ്ങളൊക്കെ നോക്കണം, എന്തൊക്കെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അവൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ മല്ലികാമ്മ അവൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. മല്ലികാമ്മയാണെന്നുണ്ടെങ്കിൽ അതിൽ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതിലങ്ങനെ കഴിക്കാൻ പാടില്ലാത്ത ഒന്നുമില്ല. മോന്റെ കൈകൊണ്ട് തന്നെ ഇത് അവൾക്ക് കൊടുക്കുക, അവൾക്ക് സന്തോഷമാവട്ടെ എന്നുള്ള കാര്യം മല്ലികാമ്മ പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് ആ സാധനങ്ങളുമായി നീലിമയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ്. സിദ്ധാർത്ഥിന്റെ കയ്യിലുള്ള സാധനങ്ങൾ കാണുമ്പോഴേക്കും നീലിമയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. നീലിമയാണെങ്കിലും ഏതൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും തന്റെ ഭർത്താവ് തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അതേപോലെ തന്നെ നീലിമയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു സന്തോഷം ആസ്വദിക്കുകയാണേ. എന്നാൽ ആ സന്തോഷം നീലിമയ്ക്ക് ഒരുപാട് നേരം നിലനിന്നില്ല കേട്ടോ. നീലിമയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യമുണ്ട്. സിദ്ധാർത്ഥ് താൻ പ്രഗ്നന്റ് ആയെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് സിദ്ധാർത്ഥ് എത്ര സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പൊ എന്നാൽ സിദ്ധാർത്ഥ് അങ്ങനെയല്ല. നീലിമ എത്ര ദേഷ്യത്തോടെയും ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ സിദ്ധാർത്ഥിന്റെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചെറു പുഞ്ചിരിയോട് കൂടി മാത്രമാണ് സിദ്ധു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അതിനെല്ലാം കാരണം തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണല്ലോ. ആ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിദ്ധാർത്ഥ് തന്നെ ഇങ്ങനെയൊക്കെ നോക്കുവോ? അങ്ങനെ നീലിമ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതൊന്നും അറിയാതെ സിദ്ധാർത്ഥ് നീലിമയുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോ, ഇനി ഇതല്ല വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ എന്നോട് പറ. സിദ്ധാർത്ഥ് പറയുന്നത് കേട്ട് നീലിമ സിദ്ധുവിനെ നോക്കിയിട്ട് ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നീലിമയാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ് കൊണ്ടുവന്ന സാധനങ്ങളിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് കഴിക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥ് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സിദ്ധു റൂമിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നീലിമ റൂമിലേക്ക് ചെല്ലുന്നത് കേട്ടോ. റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് നല്ല ഉറക്കമാണ്. കുറച്ചു നേരം നീലിമ സിദ്ധാർത്ഥിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നീലിമയും കിടന്നുറങ്ങുകയാണ്. ഒരു ദിവസം രാവിലെ നീലിമ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും സിദ്ധു അവിടെ ഇല്ല കേട്ടോ. സിദ്ധാർത്ഥ് പോയിട്ടുണ്ട്. അപ്പോഴേക്കും നീലിമ ചിന്തിക്കുന്നത്, ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, നിങ്ങൾക്ക് അതുപോലും ഓർമ്മയില്ല അല്ലേ എന്നുള്ള കാര്യം ആലോചിച്ചിങ്ങനെ നീലിമ അവിടെ ഇരിക്കുവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് അധ്യായം 111 വിശേഷങ്ങൾ അവസാനിക്കുന്നത്. ബാക്കി